അന്നൂർ തലയനേരി പൂമാലക്കാവിൽ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. പാലിൽ പോഷകഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലുണ്ട്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. ഉത്തര കേരളത്തിലെ ചിരപുരാതനവും ഐതിഹ്യ പെരുമയുമാർന്ന അന്നൂർ ശ്രീ തലയനേരി പൂമാലക്കാവിലെ വരാനിരിക്കുന്ന കലശാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രധാന പള്ളിയറയുടെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. 500 വർഷങ്ങൾക്കും മേലെ കാലപ്പഴക്കമുള്ള പൂമാലക്കാവിന്റെ പ്രധാന പള്ളിയറയാണ് പൂർണ്ണമായും പുതുക്കി പണിയുന്നത്. പള്ളിയറ പൊളിക്കുന്നതിന് മുന്നേ പള്ളിയറയിലെ ആരാധനാബിംബങ്ങളായ പള്ളിവാളും കുടയും തിടമ്പുകളും കെടാവിളക്കുകളും താൽക്കാലിക ആരാധനാ സ്ഥലമായ ബാലാലയത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ചടങ്ങുകൾ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനേടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. നിത്യനിദാന ചടങ്ങുകൾ നടത്തുന്ന അന്തിതിരിയൻ, കാവിലെ പ്രധാന കോയ്മമാർ, ആചാരസ്ഥാനികർ, സമുദായ അംഗങ്ങൾ, ബന്ധപ്പെട്ട കാവുകളിലെ സ്ഥാനികർ, ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കത്തക്ക വിധത്തിലാണ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതെങ്കിലും 6 മാസം കൊണ്ടുതന്നെ പൂർത്തിയാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിവരുന്നതായി നവീകരണ കമ്മിറ്റി ചെയർമാൻ കെ വി ഭാസ്കരൻ, ജനറൽ കൺവീനർ ദാമോദരൻ എന്നിവർ വടക്കൻ വാർത്തകളോട് പറഞ്ഞു. ഉത്തര കേരളത്തിലെ ചിരപുരാതനവും പരിപാവനവും ഐതിഹ്യ സമൃദ്ധവുമായ അന്നൂർ ശ്രീ തലയനേരി പൂമാല ഭഗവതിക്കാവിലെ കലശാട്ട് മത്സരം നടക്കുകയാണ്. ഈ കലശാട്ടിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കലശാട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രം പൊളിച്ചു പണിയുന്നതിൻ്റെ ഭാഗമായുള്ള ഈ ബാലാലയ പ്രതിഷ്ഠ നടക്കുകയാണ്. ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുള്ള ശ്രീ പൂമാല ഭഗവതിയുടെ പള്ളിയറ പൊളിച്ചു മാറ്റി പുതിയ നിർമ്മിക്കുവാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് തന്നെ തീരുമാനമെടുത്തിരുന്നു. പ്രശ്നവശാൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് പൊളിക്കാൻ നിർദ്ദേശിക്കുകയും അതിനാവശ്യമായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തലയനേരിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 2 ഉത്സവങ്ങളാണ് നടക്കുന്നത്. ഒന്ന് പാട്ട് മഹോത്സവം, മറ്റൊന്ന് പൂരമഹോത്സവം. ഇപ്പം നമ്മൾ സമയം വാങ്ങിച്ചിട്ട് 3 വർഷമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ 6 മാസത്തിനകം ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയും. കാരണം മരത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. 1 മാസം കൊണ്ട് തന്നെ മരത്തിൻ്റെ മുഴുവൻ പണി തീരും. അതോടൊപ്പം തന്നെ 6 മാസത്തിനുള്ളിൽ ക്ഷേത്രം പൂർത്തിയാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഈ സർവശ്രീ തെക്കിനിയടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് ഇവിടെ ഈ പ്രതിഷ്ഠ മാറ്റിവെക്കൽ ബാലാലയ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞിട്ടുള്ളത്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാൾ മുതൽ 7 ദിവസം നടത്തുന്ന പാട്ട് മഹോത്സവവും മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ 10 ദിവസം നടത്തുന്ന പൂരമഹോത്സവവുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളായി കൊണ്ടാടുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പാലിൽ പോഷകഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്. ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷകഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.